നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ അലക്കുമ്പോൾ വാഷിംഗ് മെഷീൻ ഒരു സൈഡിലോട്ട് മാത്രം റൊട്ടേറ്റ് ആവുന്ന ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്നും കൂടാതെ ആ കംപ്ലൈൻറ്റ് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ കംപ്ലൈൻറ്റ് വരാൻ രണ്ട് കാരണങ്ങളുണ്ട്, രണ്ട് റീസൺസ് കൊണ്ട് ഈ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതിൽ ഒരു റീസൺ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പറയുന്നുള്ളൂ. രണ്ടാമത്തെ റീസൺ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഈ വീഡിയോയുടെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് രൂപത്തിൽ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് സമയപരിമിതി മൂലം ഇത്രയും നാൾ ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എനിവേ ആ വീഡിയോയുടെ സമയം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോയാലോ. ഒന്നാമത്തെ കാര്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പിൻവശത്തോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പിൻവശത്തുള്ള ഈ ഒരു കവറിങ് കണ്ടല്ലോ, ഈ കവർ കുറച്ച് സ്ക്രൂകളെ ഇങ്ങനെ ബന്ധിപ്പിച്ചതായിരിക്കും. അപ്പോൾ ഈ സ്ക്രൂകളെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 4-5 സ്ക്രൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഈ കവർ അഴിച്ചെടുക്കണം. നമ്മൾ ഓൾറെഡി സ്ക്രൂ റിമൂവ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ അടുത്തോട്ട് സർവീസിന് വന്നൊരു വാഷിംഗ് മെഷീനാണ്, കട തുറക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ സ്ഥലത്തിട്ട് പണിയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കവർ അഴിച്ചെടുക്കണം. കവർ ഇങ്ങനെ മെല്ലെ അഴിച്ചെടുക്കണം. ഇതൊരു ഫൈബർ ആയതിനാൽ പെട്ടെന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെല്ലാം അഴിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞത്. അറിയുന്നവർ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മളിത് മെല്ലെ അഴിച്ചെടുക്കുക. അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ നേരെ വാഷ് മോട്ടോറിൻ്റെ സൈഡിലോട്ട് വരിക. ഇത് വാഷ് മോട്ടോറാണ്, ഇത് സ്പിൻ മോട്ടോറാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഷ് മോട്ടോറാണ് നമ്മുടെ ഒരു ഭാഗത്തേക്ക് മാത്രം തിരിയുമെന്നാണല്ലോ കേട്. അപ്പോൾ ആ കേട് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ വാഷ് മോട്ടോറിൻ്റെ അടുത്തോട്ട് വന്നതിന് ശേഷം നമ്മൾ മെല്ലെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ബെൽറ്റ് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ പവർ സപ്ലൈ കൊടുക്കുക. പവർ സപ്ലൈ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഞാൻ ഒന്ന് പവർ സപ്ലൈ കൊടുക്കട്ടെ കേട്ടോ. പവർ സപ്ലൈ കൊടുത്തതിന് ശേഷം ഇതിനകത്ത് കൈവിട്ട് നോക്കാനൊന്നും പാടില്ല. കാരണം മോട്ടോറിനോ മറ്റോ എല്ലാം കേടുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രിസിറ്റി ലീക്കേജോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിനെല്ലാം ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും കമൻറ്റ് ഇടാറുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റില്ല അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം കണ്ട് മനസ്സിലാക്കുക, കഴിയുന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കുക, ടെക്നീഷ്യനെ വിളിച്ച് ചെയ്യുക. അതായത് സ്വയം ചെയ്യുന്നവരോടാണ് ഇത് പറയുന്നത്, ടെക്നീഷ്യന്മാരോടൊന്നും പറയാനില്ല. അവരെല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ വാഷിൻ്റെ ടൈമർ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക. ആ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷ് മോട്ടോർ കറക്റ്റായിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതുന്നു. രണ്ട് സൈഡിലോട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാഷ് മോട്ടോർ വർക്ക് ആവുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, രണ്ട് റൊട്ടേഷനും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. സ്പീഡിൽ റൊട്ടേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ക്യാമറയിൽ അത് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഗൈസ്, നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ വാഷ് മോട്ടോർ ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ഒരു പ്രോബ്ലവും ഇല്ലാതെ വർക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ് മോട്ടോറിന് കംപ്ലൈൻറ്റ് ഇല്ല. അതായത് ഒരു സൈഡിലോട്ട് മാത്രം റൊട്ടേറ്റ് ആവുന്നതിൻ്റെ കാരണം വാഷ് മോട്ടോറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടല്ല എന്ന് മനസ്സിലായി. രണ്ട് കാരണങ്ങളിൽ ഒരു കാരണം വാഷ് മോട്ടോർ ഇതുപോലെ ഒരു ഭാഗത്തോട്ട് മാത്രം തിരിയുന്ന കണ്ടീഷനിലാണ് ഉള്ളതെങ്കിൽ അത് വാഷ് മോട്ടോറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ മോട്ടോർ ഇതുപോലെ രണ്ട് സൈഡിലോട്ടും റൊട്ടേറ്റ് ആവണമെന്നില്ല. കാരണം നിങ്ങളുടെ മോട്ടോറിന് ചിലപ്പോൾ കംപ്ലൈൻറ്റ്, അതായത് മോട്ടോറിനകത്തൊരു ബുഷ് ഉണ്ട്, ആ ബുഷ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ആവുകയും മറ്റൊരു സൈഡിലേക്ക് റൊട്ടേറ്റ് ആവാൻ മോട്ടോറിന് ചിലപ്പോൾ പ്രയാസപ്പെടുകയോ അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോട്ടോറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ബെൽറ്റെല്ലാം അഴിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീനിന് കംപ്ലൈൻറ്റ് ഉണ്ടോ, വാഷിംഗ് മെഷീൻ്റെ വാഷ് മോട്ടോറിനാണോ കംപ്ലൈൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗൈസ്, മോട്ടോറിന് ഇതുപോലൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മോട്ടോർ റിപ്പയർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ മോട്ടോർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലം മാറിക്കിട്ടുന്നതായിരിക്കും.